ഹായ്, അപ്പോൾ തന്നെ ഞാൻ ലഡു കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാമ്പഴം വെച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വായിലിട്ട അലിഞ്ഞു പോകുന്ന സോഫ്റ്റായിട്ട് നല്ല സ്വീറ്റായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ലഡും കൂടെ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഇതാ ഞാൻ 2 മാമ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മാമ്പഴം നന്നായിട്ട് പോത്തിട്ടുണ്ട് കേട്ടോ. മറ്റേത് കളർ ഒരു ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഉള്ളിൽ പോത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ അതാ 2 മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്കിത് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടി മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടി പാർന്ന് കൊടുത്തിട്ട് ഇതാക്കണം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ പുട്ടുപൊടി കേട്ടോ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി ആ നെയ്യിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇതാ ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ട ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് ഒന്ന് വറന്ന് കിട്ടണം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അടി പിടിക്കണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ ഇതാ വേണ്ടത്. ഇനി 1 ഗ്ലാസ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പാല് പാർന്നതിന് ശേഷം ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഇനി ഇതാ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മാമ്പഴം ഉണ്ടല്ലോ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു പരുവത്തിലായി കിട്ടണം. അതുവരെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇനി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. അപ്പോൾ ലഡു ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ 2 കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ്, ഏലക്കായ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായ പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ അതാ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് ഇതാകും നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതാക്കണം ഞാൻ ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഞാൻ ഇതാക്കണം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ മാംഗോ വെച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ലഡു കുട്ടികൾ ചോദിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നല്ല ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന സൈസിലുള്ള ഒരു ലഡു ആയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.